നമസ്കാരം. പ്രധാന വാർത്തകൾ. സ്വരാജ് ഇന്ന് നിലമ്പൂരിലെത്തും. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ LDF സ്ഥാനാർത്ഥി M സ്വരാജ് ഇന്ന് മണ്ഡലത്തിലെത്തും. രാവിലെ 10:30 നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിലെത്തുന്ന സ്വരാജിന് വലിയ സ്വീകരണമാണ് LDF പ്രവർത്തകർ ഒരുക്കുക. റെയിൽവേ സ്റ്റേഷനിൽ നിന്നും തുറന്ന വാഹനത്തിൽ ബൈക്ക് റാലിയുടെ അകമ്പടിയോടെയാകും സ്വരാജ് പാർട്ടി ഓഫീസിലെത്തുക. ഉച്ചയ്ക്ക് ശേഷം മണ്ഡലത്തിൽ സ്വരാജിന്റെ റോഡ് ഷോയും നിശ്ചയിച്ചിട്ടുണ്ട്. മണ്ഡലത്തിന്റെ എല്ലാ ഭാഗത്തും എത്തുന്ന നിലയിൽ രാത്രി വരെയുള്ള റോഡ് ഷോയാണ് തീരുമാനിച്ചിരിക്കുന്നത്. മണ്ഡലത്തിൽ പാർട്ടി ചിഹ്നത്തിൽ സ്ഥാനാർത്ഥി എത്തുന്നതോടെ വലിയ ആവേശത്തിലാണ് പ്രവർത്തകർ. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകിട്ടില്ലെന്നും ജന്മനാടിന്റെ ആവേശം നിലമ്പൂരിൽ മത്സരത്തിനെത്തുമ്പോൾ ഉണ്ടെന്നും M സ്വരാജ് പ്രതികരിച്ചു. നിലമ്പൂർ ആർക്കൊപ്പം? UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് ഇന്ന് പത്രിക സമർപ്പിക്കും. രാവിലെ 11 മണിക്കാണ് ആര്യാടൻ ഷൗക്കത്ത് പത്രിക സമർപ്പിക്കുക. രാവിലെ തൃശൂരിലെ K കരുണാകരൻ സ്മാരകത്തിൽ പ്രാർത്ഥന നടത്തിയ ശേഷമാണ് ഷൗക്കത്ത് നിലമ്പൂരിലേക്ക് തിരിച്ചത്. ആരെതിർത്താലും നിലമ്പൂരിൽ ചരിത്ര ഭൂരിപക്ഷം നേടുമെന്ന് ആര്യാടൻ ഷൗക്കത്ത് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. അൻവറിന്റെ കാര്യം പറയേണ്ടത് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളാണെന്നും ആര്യാടൻ ഷൗക്കത്ത് പറയുന്നു. മുതിർന്ന നേതാക്കളാണ് ചർച്ച നയിക്കുന്നത്. തന്റെ പിതാവിന്റെ റെക്കോർഡ് ഭൂരിപക്ഷത്തിന് ഒപ്പമെത്താനുള്ള പരിശ്രമമാണ് നടക്കുന്നതെന്നും ഷൗക്കത്ത് പറഞ്ഞു. മിനി ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച അപകടം. യുവാവിന് ദാരുണാന്ത്യം. ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. എറണാകുളം കടമറ്റത്ത് ഭാഗത്താണ് അപകടം നടന്നത്. കോലഞ്ചേരി ഭാഗത്തേക്ക് വരികയായിരുന്ന ബൈക്ക് എതിരെ വന്ന മിനി ലോറിയുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ഉടനെ യുവാവിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. ഇന്ന് രാവിലെ 6 മണിയോടെയാണ് അപകടമുണ്ടായത്. തൊഴിലാളികളെ കൊണ്ടുപോകുന്ന വണ്ടിയാണ് ഇടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ വൈദ്യുതി പോസ്റ്റ് ഇടിച്ചു മറിച്ചിട്ടുണ്ട്. മരിച്ച യുവാവിന് 30 വയസ്സിൽ താഴെയാണ് പ്രായമെന്ന് പോലീസ് അറിയിച്ചു. മൃതദേഹം കോലഞ്ചേരി മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ബൈക്കിന്റെ RC അഡ്രസ് കോഴിക്കോടാണ്. വീണ്ടും കാട്ടാനക്കലി. കാട്ടാനാക്രമണത്തിൽ ഒരാൾക്ക് ദാരുണാന്ത്യം. ചീരക്കടവ് സ്വദേശി മല്ലനാണ് മരിച്ചത്. 60 വയസ്സായിരുന്നു. വാരിയലിനും നെഞ്ചിലും സാരമായി പരിക്കേറ്റിരുന്നു. ആന തുമ്പിക്കൈ കൊണ്ട് തട്ടിയതാണെന്നാണ് വിവരം. ചീരക്കടവിലെ വനമേഖലയിലായിരുന്നു ആക്രമണം. വനാതിർത്തിയോട് ചേർന്ന പ്രദേശത്ത് പശുവിനെ മേയ്ക്കാൻ വീട്ടിൽ നിന്നിറങ്ങിയതായിരുന്നു മല്ലൻ. ഗുരുതരമായി പരിക്കേറ്റ മല്ലനെ കോട്ടാത്തറ ട്രൈബൽ ആശുപത്രിയിൽ വെന്റിലേറ്ററിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സ്കൂൾ തുറക്കൽ നീട്ടണം. ആവശ്യവുമായി സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷൻ. മഴക്കെടുതി രൂക്ഷമായ സാഹചര്യത്തിൽ ഒരാഴ്ചത്തേക്ക് സ്കൂൾ തുറക്കൽ നീട്ടിവെക്കണമെന്ന ആവശ്യം. പലയിടങ്ങളിലും വിദ്യാലയങ്ങളിലേക്കുള്ള വഴികളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. ഇത് അപകടങ്ങൾക്ക് വഴിവെച്ചേക്കാം. ഇതുകൂടാതെ പല സ്കൂൾ കെട്ടിടങ്ങളുടെയും അറ്റകുറ്റപ്പണികളും മഴ കാരണം പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല. ഈ സാഹചര്യങ്ങളെല്ലാം കണക്കിലെടുത്ത് സ്കൂൾ തുറക്കൽ നീട്ടിവെക്കണമെന്നാണ് സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷൻ പറയുന്നത്.